എൻ്റെ പേര് ലിബീഷ്. ഞങ്ങൾ കുറുകത്താണിന്നാണ് വരുന്നത്. കുറച്ച് ബിസിയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കൂ. ഇതിൻ്റെ അമ്മേനെ, പിന്നെ എൻ്റെ പാപ്പനാണത്. കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാൻ വിളിക്കാം. അമ്മേനെ അജിത്ത് അവനാണ് മോനെ. എൻ്റെ അച്ചച്ചൻ്റെ അനിയൻ്റെ മക്കളാണ്. പാപ്പനായിട്ട് വരും. പാപ്പൻ്റെ അനിയന്. ഇതാണ് ചെറുമ്മ. പിന്നെ ഇത് ചെറുമ്മൻ്റെ മോള്, പാപ്പൻ്റെ വൈഫ്. ഒരു പാപ്പനും കൂടെ ഉണ്ട്, ഗൾഫിലാണ്. അതിൻ്റെ വൈഫാണിത്. പിന്നെ എൻ്റെ ഒരു അമ്മായി ഉണ്ട്, വന്നിട്ടില്ല. എനിക്ക് 2 ചേച്ചിമാരുണ്ട്. എൻ്റെ അച്ഛൻ മരിച്ചതാണ്. ഇത്രയൊക്കെ തന്നെ. അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, അമ്മാവന്മാരെ, നമ്മുടെ എല്ലാ സഹോദരിമാരെ, നിങ്ങൾക്കെൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ കുമ്പളപ്പറമ്പിൽ കുഞ്ഞുണ്ണിയുടെ മകൻ നാരായണൻ. ഞങ്ങൾക്ക് ഒരു ജ്യേഷ്ഠനും ഒരു അഞ്ചത്തിയുണ്ട്. ആകെ 3 ആളാണ്. അഞ്ചത്തി എത്തിയിട്ടില്ല. ഏട്ടനും ഇവിടെ ഉണ്ടായിരുന്നു, എത്തിയിട്ടില്ല. അവിടെയാണ് ഇവിടെ വഴുകിയത്. വാസോട്ടൻ അവിടെ ഉണ്ടെങ്കിൽ വന്നത് അറിയില്ല. അപ്പോൾ ഏട്ടൻ ഡെപ്യൂട്ടി തഹസിൽദാറായിട്ട് റിട്ടയർഡാണ്. എൻ്റെ പേര് നാരായണൻ. ഞാൻ ഫാർമസിസ്റ്റായിട്ട് അടുത്ത് റിട്ടയർഡ് ചെയ്തു. എനിക്ക് 3 മക്കളുണ്ട്. ഒരാൾ ഈ വരുന്ന അഭിലാഷ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ രജനീഷ്, അവിടെ രജനീഷ്, ഇതാണ് രജനീഷ്. മകളവിടെ ഡാൻസ് പഠിപ്പിക്കുകയാണ്. ഒന്നുണ്ടോ? അവിടെ ഉണ്ട്. അത് പിന്നെ വരാൻ പറ്റാത്ത ഡാൻസ് പഠിപ്പിക്കാൻ. പിന്നെ എൻ്റെ ചെറിയച്ഛനുണ്ടായി കുഞ്ഞിന് 8 പെൺകുട്ടികളാണ്. ആൺകുട്ടികളൊന്നും ഉണ്ടായി. ഒരു കുട്ടി ഉണ്ടായി. അത് പെട്ടെന്ന് എന്തോ രക്തം ഉണ്ടായിട്ട് അത് മരിച്ചുപോയി. അപ്പോൾ 8 പെൺകുട്ടികളാണ്. അതിലിവിടെ ഈ കാണുന്നത് അതൊക്കെ 1, 2, 3, 4, 5, 6 അവരെ മക്കളാണ്. കാണുന്നതൊക്കെ അവരെ മക്കളാണ്. ഇനി പാടാൻ ആൾക്കിട്ടാ, പക്ഷെ അവരൊന്നും എത്തിയിട്ടില്ല. എല്ലാവരും കുറേ ആൾക്കാർ വന്നു പോയി. അതുകൊണ്ട് പിന്നെ അവരെ മുഴുവൻ പരിചയപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ഷീബൻ എൻ്റെ മകളുടെ ഭർത്താവാണായിരിക്കുന്നത്. അഭിലാഷ് എന്നാണ് പേര്. എറണാകുളത്താണ് അവരോട്. പിന്നെ രജീഷിൻ്റെ ഭാര്യ രജിമ ആക്കിയിരിക്കുകയാണ്. ടീച്ചറായിട്ട് വർക്ക് ചെയ്യും. അമ്മായിമാരുടെ പേര് ഒന്ന് സരസ്വതി, ശ്രീമതി, വിലാസിനി, സുഭദ്ര, പുഷ്പ. അങ്ങനെ പേര് 2 പേര് മക്കളാണ് ഇരിക്കണമൊക്കെ. പേര് പറയേണ്ട ആവശ്യമില്ല. അമ്മായിയുടെ മാളം 4 അമ്മായിമാരുണ്ട്. അതിലിപ്പോൾ 3 അമ്മായിമാർ മരിച്ചുപോയി. ഒരു അമ്മായി ഇനി ബാക്കിയുള്ളവർ വന്നിരുന്നു. വയസ്സായി 10-7 വയസ്സ് എല്ലാവരും വന്നിരുന്നു. അവർ ആളാണ് ഇവിടെ ജാനു എന്ന് പറഞ്ഞ ഇതാണ്. പിന്നെ എൻ്റെ പെങ്ങളെ മകനാണ് ബാബു എന്ന് പറഞ്ഞു. അവർ ഇവിടെയാണ്, എന്താണ് കൊപ്പത്താണ് അവർ. ഇതാണ് നമ്മളെ കുടുംബചരിത്രം. ഇനി ഒരുപാട് ആൾ വരാനുണ്ട്. ഭാര്യനെ പരിചയപ്പെട്ടില്ലേ? ദീപ. അവിടെ വല്യച്ഛൻ്റെ ഭാര്യയുണ്ട്. അവർക്ക് 3 കുട്ടിയാണ്. 2 പെൺകുട്ടികളും ഒക്കെ വിദ്യാഭ്യാസപരമായിട്ട് നല്ല വരുന്നതാണ്. അപ്പോൾ നമ്മളെ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസം ഇല്ല പറഞ്ഞ് വിദ്യാഭ്യാസപരമായിട്ട് നന്നായിട്ട് വരുന്ന ഒരു വിദ്യാഭ്യാസത്തിൽ നമ്മളൊക്കെ തന്നെ ഒരു മോശമായിട്ടില്ല. എല്ലാ കുട്ടികളും പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അച്ഛന്മാർ പറയും പാർട്ട് പോയിട്ട് കന്നു കുട്ടികളാണ്. അല്ലെങ്കിൽ ഒരു 3000 കൊട്ട വെള്ളം കാവാണ്ട് ആ പാർട്ട് പോയിട്ട് കൃഷി അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും. അത് കന്നു കിട്ടാൻ പോയി. ഞങ്ങളൊക്കെ പോകുന്ന മെത്തൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഒരു ഷർട്ട് ഇടാൻ കൂടി നിവൃത്തിയില്ലാത്ത കാര്യം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഷർട്ട് ഞാൻ വേറെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. ആകെ 2 ഷർട്ട് എടുക്കും. വീട്ടിലാവുമ്പോൾ അച്ഛൻ
അന്ന് സാമ്പത്തികമായിട്ട് അത്രയൊക്കെ മെച്ചത്തായിരുന്നു. പക്ഷേ അന്നും തന്നെ നമ്മളെ പഠിപ്പിക്കണമെന്നോ അങ്ങനെയൊന്നല്ല. അവർക്ക് കാർഷിക രംഗത്തെ വരുമാനമുണ്ട്. ഇന്നത്തെ രീതിയിൽ വേറെ രീതിയിൽ യാതൊരു വരുമാനമില്ല. ആ കാലത്ത് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ പഠിപ്പിച്ചൊന്നും വേണ്ട രീതിയിൽ അത് SS തോറ്റാൽ പിന്നെ പറഞ്ഞയക്കില്ല. തോറ്റാച്ചിൽ കാര്യം ചെയ്ത് പാട്ട് വയ്ക്കുക, കന്നുകൂട്ടിക്കോ, വേറെ എന്തെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ കൃഷിക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് വീട്ടിലായിരുന്നു നമ്മൾ സാധാരണ പറ്റി. അങ്ങനത്തെ അന്തരീക്ഷത്തിലാണ് നമ്മൾ വളർന്നത്. അതുകൊണ്ട് പിന്നെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതേമാതിരി എല്ലാവരും വന്നിട്ട് കാര്യം പറയുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇവിടെ തന്നെ ഈ ക്ഷേത്രമുള്ള വീടാണ്. നമ്മൾ എല്ലാവർക്കും വന്ന് കാണാം. ഈ രണ്ടാമത്തെ ഒരു ക്ഷേത്രമുള്ള നമ്മുടെ കുടുംബത്തിലെ ദേവി ഭഗവതി കുടികൊള്ളുന്ന സ്ഥലമാണ്. ഈ പ്രധാനപ്പെട്ട സ്ഥലമാണ്. നമ്മളവിടെ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ സങ്കല്പമാണ് ഗുരു സങ്കല്പം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമായിട്ട് നിലനിൽക്കുന്ന ഭയങ്കര ശക്തിയാണ്. അവിടെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഗുണം കിട്ടും. അതുമാതിരി ക്ഷേത്രം ഇങ്ങനെ താഴെയുണ്ട്. അവിടെ നിന്ന് ഹനുമാൻ മുതലായിട്ടുള്ള ദേവന്മാരും കരിങ്കുട്ടിയൊക്കെ അവിടെയുണ്ട്. അപ്പം നമുക്ക് ആ രീതിയിലുള്ള ഒരു സംവിധാനം ഈ രാജ്യത്ത് നമ്മുടെ കുടുംബത്തിലുണ്ട്. അപ്പോൾ അവിടെ കളിക്കരി കഴിക്കും, ഇവിടെ ആട്ട് കഴിക്കും. അവിടെ ആട്ട് കഴിക്കും. രണ്ടോട് ബുദ്ധിമുട്ടാണ് കഴിച്ചിട്ട് ആട്ട് അവിടെ കഴിക്കാൻ നിർത്തിപ്പോൾ. പണ്ടൊക്കെ അവിടെയാണ് അതി കഴിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ താഴ്ത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ നാട്ടിൽ എഴുന്നള്ളത്തുണ്ടാവും. അങ്ങനെ നമ്മുടെ കുടുംബത്തിന് ഒരു അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇനി അടുത്ത ഇത് വരുമ്പോൾ നമ്മൾ എന്ത് പരിപാടി വിളിച്ചാലും നിങ്ങളെ എല്ലാവരും വരണമെന്ന് ഒരു അഭ്യർത്ഥന എന്നോടുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളെ ഈ ഭാഗത്തിലുള്ളതൊക്കെ വളരെ സാമ്പത്തികമായി വളരെ പിന്നിലാണ്. അപ്പോൾ നമ്മൾ സാമ്പത്തികമായി പിന്നുണ്ടെങ്കിൽ ഈ കുടുംബ സംഗമത്തിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. ഈ കുടുംബ സംഭവം ഒരു കാണുവാൻ വേണ്ടി മാത്രമല്ല. അതുകൊണ്ട് നമ്മൾ സംഘടിക്കില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മളെ ഈ സാധാരണ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും വരുന്നുണ്ട്. അത് എങ്ങനെ പരിഹരിക്കാം, അതിനുള്ള നിർദ്ദേശങ്ങളും അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടൊക്കെ വളരെ ഗാഢമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് ഏത് രീതിയിലാണ് അതിന് സാമ്പത്തികം ഉണ്ടാക്കുക എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിച്ച് വരുമ്പോൾ നമ്മൾ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വലിയ സഹായം ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ എന്തൊക്കെ പദ്ധതികളാണ് സാമ്പത്തികമായി നമ്മൾ മെച്ചം വരുന്നതിന് എന്തെല്ലാം പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത് എന്ന് നമ്മൾ കുടുംബത്തിൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരും അതിന് പൂർണ്ണമായി സഹായിക്കണം. സാമ്പത്തികം മുന്നോക്കം നിൽക്കുന്നവർ പാവപ്പെട്ടവന് 10 രൂപ എടുക്കുമ്പോൾ മറ്റു ആൾക്കാർ 200, 500, 1000 എടുത്തിട്ട് നമുക്കൊരു ഫണ്ട് ഉണ്ടാക്കേണ്ട ഒരു സംവിധാനം നമ്മൾ ചെയ്യണം. അപ്പം അത് ഈ കമ്മിറ്റി ഇപ്പോൾ നമ്മളെ ചെയ്യുമ്പോൾ പറമ്പിൽ ഈ കമ്മിറ്റി അങ്ങനെ ഒരു സംവിധാനം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അതിലെല്ലാവരും സഹായിക്കണം. ഇത് നമ്മളെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം കണക്കാക്കണം, അത് ദോഷത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഗുണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് അത്. നമ്മൾ പ്രത്യേകം ഇപ്പോൾ ഞങ്ങൾ പണ്ട് പറഞ്ഞ മാതിരി പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടേക്കാരൻ വീടുകൾ തമ്മിൽ പരസ്പരം തല്ലുപിടിയത്. പണ്ട് കാലത്ത് ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പ്രശ്നം, ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പ്രശ്നം, അങ്ങനെ ഓരോ പ്രശ്നമായിട്ട് പരസ്പരം അത് പറഞ്ഞ് ഇവർ പറഞ്ഞ് ഇത് പറഞ്ഞു